പരമോട്ടാ കുഞ്ഞിരാമ ഈ എപ്പോഴാ തിരിച്ചു പോണേ? നാട്ടിൽ കാലൊന്നും തിരിച്ചു പോകുന്ന ഡേറ്റ് വണ്ടി എടുക്കണം. ഇന്ന് കുഞ്ഞിരാമന്റെ കല്യാണം നിശ്ചയല്ലായിരുന്നോ? ഭാസ്കരടാ എന്റെ കല്യാണാണ് വന്നേക്കളെ. കല്യാണം കണ്ടോ? ഒന്ന് പോടാ. പ്രായം കായുടെ നിങ്ങൾ ഈ കല്യാണത്തിന് വേണ്ട. എങ്ങനെയുണ്ട് കുഞ്ഞിരാമൻ? എന്ത് ഡ്രസ് ഇട്ടാല് ലുക്കല്ലേ? ഫോട്ടോ. ഹായ് ധ്യാൻ, ഹായ് ദീപക്. അപ്പോൾ ഓണം എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓണം വളരെ സ്പെഷ്യലാണ്. കുഞ്ഞിരാമായണം തിരുവോണത്തിൻ്റെ അന്നല്ലേ റിലീസ് ചെയ്യണേ? അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കുഞ്ഞിരാമായണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കുഞ്ഞിരാമായണം ഫസ്റ്റ് കാര്യം ഞാനും ഏട്ടനും ഒരുമിച്ച് ചെയ്യുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഞാൻ 2 പടം ചെയ്തിട്ടുള്ളൂ. എൻ്റെ 2ാമത്തെ പടമാണ്. അതെന്താ ചേട്ടൻ്റെ കൂടെ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു കംഫർട്ട് സോൺ ആണോ? കംഫർട്ട് സോണും ഡെഫിനറ്റ് ആയിട്ടുണ്ട്. കാരണം അങ്ങനെ കംഫർട്ട് സോണിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും ഡെഫിനറ്റ് ആയിട്ടും. കാരണം ബേസിൽ ഏട്ടൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിരുന്നു തിരയിൽ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിലിന് അപ്പം തൊട്ട് അറിയാം, തിരയുടെ സമയം തൊട്ടിട്ട് ബേസിലിനെ അറിയാം. അപ്പോൾ ബേസിൽ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നപ്പോൾ ആദ്യം എൻ്റെ അടുത്തും അജുവേട്ടൻ്റെ അടുത്തുമാണ് കഥ പറയണം, കുഞ്ഞിരാമായണത്തിൻ്റെ കഥ. അത് കഴിഞ്ഞൊരു ഡിസംബറിലൊക്കെ കഥ പറഞ്ഞു. ഡിസംബറിൽ കഥ പറഞ്ഞപ്പോൾ ഏപ്രിലിൽ ചെയ്യാമെന്ന് ഒരു ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഏപ്രിൽ നമ്മൾ ഷൂട്ട് തുടങ്ങി, ഓണത്തിന് റിലീസ് ചെയ്യാണ് ഇപ്പോൾ August 28. സോ എല്ലാം പെട്ടെന്ന് സംഭവിച്ചു. പിന്നെ ഏട്ടനെ പോയി കണ്ടു, കഥ പറഞ്ഞു. അപ്പോൾ ബേസിലിന് എല്ലാവർക്കും, ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം, അജുവേട്ടനെ അറിയാം, നീരജിനെ അറിയാം, ദീപകിനെ അറിയാം. സോ ആ കംഫർട്ട് സോൺ ഡെഫിനറ്റ് ആയിട്ടും വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇപ്പോൾ വിനീതിൻ്റെ എല്ലാ മൂവീസും എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ട്ഷിപ്പിന് ഹൈലൈറ്റ് ചെയ്യും അല്ലേ? ഇപ്പോൾ ബേസിലും എങ്ങനെയാണ് ഈ മൂവിയിൽ കുറച്ചുകൂടി ഫ്രണ്ട്ഷിപ്പിന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു തീമാണോ കൊണ്ടുവന്നിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കംഫർട്ട് സോൺ ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ അറിയുന്ന ആൾക്കാർ, സുഹൃത്തുക്കൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടെ സിനിമ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോലി ചെയ്യുന്ന പോലെ എന്നൊരു സംഭവമില്ല. ഇപ്പോൾ അജുവേട്ടൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന പോലെയായിരുന്നു നമ്മളൊക്കെ. കാരണം വെക്കേഷൻ തന്നെയായിരുന്നു. കാരണം ബേസിൽ മിക്ക ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു പാട്ടൊക്കെ ഇടും. ഷൂട്ട് ലൊക്കേഷനിൽ വന്ന് പാട്ടിട്ടിട്ട് അവനും അവൻ്റെ ക്രൂ മെമ്പേഴ്സും ഡാൻസ് കളിയാണ്. രാവിലെ ഡാൻസാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പുള്ളി ക്യാരവാനിലോട്ട് വരും. ഞങ്ങളുടെ ക്യാരവാനിൽ വന്നിട്ട് ചുമ്മാ ഡാൻസ് കളിച്ചിട്ട് പുള്ളി പോകും. സോ ഒരു ഓളമാണ്. കാരണം ഈ ഓളം അല്ലെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാകും. നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ഡയറക്ടറിനോട് നമുക്ക് ആ ഒരു സ്പേസ് ഒന്നും ഇല്ല. സോ ഇത്രയും കാര്യം ബേസിൽ അത് പോരെ, ബേസിലെ മതി എന്തുമായി കാണിക്കുന്നതെന്നൊക്കെ പറയാൻ നമുക്ക് ആ ഒരു സ്പേസ്, ഡയറക്ടറാണ്, അതും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ പറയാൻ നമുക്ക് പറ്റുന്നുള്ളതിന് കാരണം ഈ പറഞ്ഞ സൗഹൃദവും അല്ലെങ്കിൽ നമ്മൾ മുന്നേ വർക്ക് ചെയ്തതിൻ്റെ ഒരു സ്പേസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി ഇതാവുമ്പോൾ, അപ്പോൾ ഡയറക്ടർ പറയുമ്പോൾ എസ്പെഷ്യലി ഹീസ് എ ലീഡർ ഡയറക്ടർ ആകുമ്പോൾ, അപ്പോൾ നമുക്ക് ഒട്ടും ഡയറക്ടർ കുറച്ചുകൂടെ ഫ്രണ്ട് ആകുമ്പോൾ ആ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെട്ടു പോകുമോ? ഇല്ലില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അവൻ എന്താണ് ചെയ്യേണ്ട കാര്യം പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഷൂട്ടിന്റെ കുറച്ച് ദിവസം മുന്നേ നമ്മള് ഒരു റിഹേഴ്സൽ പോലത്തെ ചില കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓരോ ക്യാരക്ടറും എങ്ങനെ വേണമെന്ന്. അപ്പോൾ അത് അവന് കൃത്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഓരോ ക്യാരക്ടറും ബിഹേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ചില കാര്യങ്ങളൊക്കെ അഭിനയിച്ച് കാണിക്കുമ്പോൾ പറഞ്ഞ ആളെ അത് വേണ്ട, അത് വേണ്ട, അത് കുറച്ച് ഓവറാണ്, അത് കുറച്ച് ബോറാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഴക്ക് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല. എൻഡ് ഓഫ് ദ ഡേ ഡയറക്ടർ അല്ലെങ്കിൽ അവന്റെ തീരുമാനങ്ങളാണ്. സോ പക്ഷേ നമുക്ക് ആ ഒരു അവൻ്റെ അടുത്ത് എന്തും പറയാനുള്ള ഒരു സ്പേസ് ഉള്ളതിന്റെ കാരണം നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ സിനിമ ചെയ്യുന്നതിന്റെ ഒരു ഗുണം തന്നെയാണ്. അല്ല, അപ്പോൾ ആസ് എ ലൈക്ക് ഡയറക്ടർ പുള്ളിക്ക് അങ്ങനെ വഴക്ക് പറയേണ്ട ഒരു അവസ്ഥ, അങ്ങനെ ഒന്നും ഒരു സിറ്റുവേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല നമ്മൾ സിനിമ ചെയ്ത് ഒരിക്കലും നമ്മൾ അങ്ങനെ സിനിമ നമ്മൾ ചെയ്യുന്ന സമയത്ത്, തട്ടത്തന്മാർ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം, അങ്ങനെ എൻ്റെ ചേട്ടനായാലും അങ്ങനെ അവർ സിനിമ, എനിക്ക് അച്ഛൻ്റെ സമയത്താണെങ്കിലും പ്രിയനങ്ങളും അച്ഛനും അവർ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന സിനിമകളാണ്. അപ്പോൾ എനിക്കൊന്ന് ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് ദേഷ്യപ്പെടുക, ചൂടാവുക, അങ്ങനത്തെ ഒരു സീൻ അല്ലെങ്കിൽ സിറ്റുവേഷനെ വരാൻ പോസിബിലിറ്റീസ് ഇല്ല. ഒരു ബ്ലൗസ് വേണം. കുഞ്ഞിരാമ, ഇവിടെ നടക്കണ വല്ലതും അറിയണുണ്ടോ? ഇപ്പോൾ ധ്യാനും വിനീതേട്ടനും കൂടെ ഒരുമിച്ച് സെക്കൻഡ് മൂവി അല്ലേ, തിരയില് ഡയറക്ടർ ആയിരുന്നു, ആക്ടർ ആയിരുന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരും ആക്ടേഴ്സ് ആയിട്ടുള്ളൊരു അത് എനിക്ക് ഒരു തുടക്കത്തിലും ഈ പടത്തിൻ്റെ അവസാനത്തിലും ആണ് പുള്ളിയായിട്ടുള്ള കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ തുടക്കം ഈ പറഞ്ഞ പോലെ പുള്ളി നമ്മൾ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബേസിക്കലി. എല്ലാവരും ഭയങ്കര ഓവർ ദ ടോപ്പ്
ആയിട്ടുള്ള ഭയങ്കര എക്സാജറേറ്റഡ് പെർഫോമൻസ് ആണ്. അപ്പോൾ പുള്ളി ലൗഡ് ആവുന്ന കാണുമ്പോൾ പുള്ളി ദേഷ്യപ്പെടുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പുള്ളി റിയൽ ലൈഫിൽ ദേഷ്യപ്പെടാത്ത ആളായതുകൊണ്ട്, സോഫ്റ്റ് സ്പോക്കൺ ആയ ആളാണ്, പുള്ളി ദേഷ്യപ്പെടുന്ന ഒരു സംഭവം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഹോൾ സെറ്റ് ഇവൻ ബേസിലടക്കം ഇരുന്ന് ചിരിക്കുകയാണ്. പുള്ളി കഷ്ടപ്പെട്ട് ചൂടാവാൻ ശ്രമിക്കുകയാണ്. കാരണം ശീലമില്ല പുള്ളിക്ക്, അതൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട ഒരാൾ ചൂടായി. അതായിരിക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ പടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേഴ്സണലി ചിരിച്ച സിറ്റുവേഷൻ അതായിരിക്കും. കാരണം പടത്തിൽ ബാക്കി കുറേ സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ ഏട്ടൻ ചൂടായി ഇരിക്കുന്ന സിറ്റുവേഷനാണ്. ഞാനും ബേസിൽ മാറിയിരുന്ന് ഇങ്ങനെ ചിരിക്കില്ല. എന്ന് വെച്ചാൽ ഒരാൾ സീരിയസ് ആയിട്ട് അത്രയും കാര്യമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടറെ മാറി ഇരുന്നിട്ട് അയാളെ ചുറ്റിച്ച് ചിരിക്കുക, ഇതാ ഈ എന്തായി കാണിക്കുക. സോ ആ ഒരു ഇങ്ങനെ ഒരു ഈ ഒരു മൂഡായിരുന്നു ത്രൂ ഔട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തന്നെ വന്നിട്ട് എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പടമാണ്. അപ്പോൾ സോ ബേസിൽ ജോസഫിന്റെ മാഡ്നസ് എന്നൊക്കെ പറയാം ഈ പടത്തിന്. ഈ കല്യാണം നടക്കില്ല. വെല്ലുവിളി വെല്ലുവിളി. കുഞ്ഞിരാമ, നിനക്ക് മല്ലികയെ കെട്ടാൻ, രേഷ്മയെ കെട്ടാൻ തങ്കമണി. അടിപൊളി. അപ്പൊ കുഞ്ഞിരാമൻ എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച്, കുഞ്ഞിരാമന്റെ ഫ്രണ്ട് ആയിട്ടല്ല ദീപക്കത്തില് എന്താ പറയണത്? കുഞ്ഞിരാമന് മെയിനായിട്ട് 2 ഫ്രണ്ട്സാണ്. ഒന്ന് കഞ്ചൂട്ടനും ശശിയും. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുടെ കൂടെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലോ. ആ ഒരു മൈൻഡിലുള്ള 2 പേരാണ്. പിന്നെ നാട്ടിൽ കുഞ്ഞിരാമന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ കുഞ്ഞിരാമൻ ഇടയ്ക്ക് വരും, പോവും, വരും, ഗൾഫിൽ നിന്ന് വരും, തിരിച്ചു വരും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്നിട്ട് തിരിച്ചു പോകും, പിന്നെ ഇടയ്ക്ക് വരും. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ കുഞ്ഞിരാമന്റെ കൂടെ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സാണ്. പിന്നെ മൊത്തത്തിൽ കുഞ്ഞിരാമന്റെ ഊളത്തരങ്ങളാണ് മെയിനായിട്ട്. ഗൾഫുകാരുടെ ഒരു ജാട പരിപാടിയൊക്കെ ഉണ്ട്. അത് ആ നാട്ടിൽ ആകെയുള്ള ഗൾഫുകാരൻ കുഞ്ഞിരാമൻ അല്ലല്ല, ഇവന്റെ ആ നാട്ടിൽ ഇവന്റെ ലാലുവിന്റെ അച്ഛൻ ഗൾഫുകാരനായിരുന്നു, വെൽഡൻ വാസു. കുഞ്ഞിരാമൻ ബേസിക്കലി കുഞ്ഞിരാമൻ ഓരോ തവണ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് ഞാനാണ്, ഞാൻ ഓപ്പോസിറ്റും ഇവര് സുഹൃത്തുക്കളുമായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത് ത്രൂ ഔട്ടായിട്ട്. സോ കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി റിവീൽ ഓണം സ്പെഷ്യൽ ആയിട്ട് വെച്ചിരിക്കുകയാണ് മൂവി അല്ലെ? നിങ്ങൾ ആദ്യം തന്നെ ഓണത്തിന് റിലീസ് ചെയ്യാം അങ്ങനെ ഒരു പ്ലാനിലായിരുന്നോ? നമുക്ക് ഓണം ഫെസ്റ്റിവൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ ആദ്യം നമ്മൾ ജൂണൊക്കെ ആകുമ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞു. സോ ജൂലൈ, ഓഗസ്റ്റ്, സോ പ്രീ പ്രൊഡക്ഷൻ എല്ലാം ടൈം വെച്ച് നമ്മൾ ഓഗസ്റ്റ് 28 നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്തൊരു ഡേറ്റ് തന്നെയായിരുന്നു. ഓക്കെ. പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഇനിയുള്ള ഇറങ്ങാനുള്ള കുഞ്ഞിരാമായണാണ്. അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ ഇങ്ങനെ നടക്കുന്നുള്ളൂ. കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗുമാണ്. പിന്നെ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാന്നുണ്ട്. ഓക്കെ. ധ്യാനുണ്ട്. ഞാൻ ഫ്രൈഡേയുടെ ഒരു പടം ചെയ്യുന്നുണ്ട്. വിജയ് ബാബു, സാൻഡ്ര അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനും നമിതയും കൂടെ അഭിനയിക്കുന്നു. അജു, നീരജ്, ബാക്കി എല്ലാവരും ഉണ്ട്. സോ ആ കംഫർട്ട് സോണിൽ ഇവൻ വേണ്ടെന്ന് ഞങ്ങൾ വെച്ചു. അത്രയും കുറച്ച് അൺകംഫർട്ടബിൾ ആയി തോന്നിയാണ്. അപ്പോൾ അല്ല, ദീപക്കിന് അവിടെ ഓൾറെഡി കുറേ ആൾക്കാർ വന്ന ബഹളമാണ് ഇപ്പോഴേ. കാരണം ഞങ്ങൾ ഫുൾ ഹോസ്റ്റൽ ഒരു സിനിമയാണ്, ഫുൾ ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു പുതിയൊരു ഡെബ്യൂട്ടൻ്റാണ്, ലൈക്ക് ജോൺ എന്ന് പറയും. അത് സെപ്റ്റംബർ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ഷൂട്ട് തുടങ്ങും. സെപ്റ്റംബർ 5 റിലീസ് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ തീരെ കഴിഞ്ഞിട്ട് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ഒരു ലോങ് ഗ്യാപ്പ് എടുത്തല്ലോ. അത് തീരെ ഒരു ഭയങ്കര കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു, സംവിധാനം ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അതിനു വേണ്ടി ഗ്യാപ്പ് എടുത്തു. പിന്നെ നല്ല സംഭവം, ഇവർ രണ്ടുപേരും പില്ലേഴ്സ് ആയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരു മോശം സിനിമ ചെയ്തിട്ട് അവരുടെ ഒരു ഗുഡ് വില്ലും റെപ്യൂട്ടേഷനും കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത വർഷം മിക്കവാറും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. സോ ആ പ്ലാൻ ഞാൻ തൽക്കാലം ഡ്രോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാദർ വലിയ ആക്ടറാണ്, ബ്രദർ ആക്ടറാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആരാണ് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാറ്? ഇത് ചെയ്താൽ ശരിയല്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ ആരും നമ്മൾ അങ്ങനെ ഒരു മോശമായി പോയി, കാരണം നമ്മൾ ആരും മോശം ചെയ്യാറില്ലല്ലോ, നമ്മൾ നല്ലതല്ലേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു മോശം കാര്യം ചെയ്താലേ നമ്മളത് മോശമായി പോയി എന്ന് പറയുള്ളൂ. നമ്മൾ അത് നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഒരു സമയം വരെ അച്ഛനെ ഞാൻ ഭയങ്കര ക്രിട്ടിക്കായിരുന്നു. ഒരു അച്ഛൻ്റെ പടങ്ങളുടെ ഭയങ്കര വലിയ ക്രിട്ടിക്കായിരുന്നു. പിന്നെ അധികം ക്രിട്ടിക്കാവുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഇനി അടി കിട്ടും ചിലപ്പോൾ, വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിടുമോ എന്നൊക്കെയുള്ള സംശയം വന്നപ്പോൾ ഞാൻ അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തി. ഏട്ടൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം തുറന്ന് സംസാരിക്കാറുണ്ട്, സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അത് ഇതായിരുന്നു. അച്ഛൻ്റെ അടുത്ത് അധികം ക്രിട്ടിക് ആവണ്ടെന്ന് തോന്നി. അച്ഛൻ പിന്നെ മോശമാണല്ലോ, അത് ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട, നമ്മുടെ ഒരു ഹെൽപ്പ് ചെയ്യാറില്ല ഒരിക്കലും.
അതിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു സ്പേസ് പുള്ളി എപ്പോഴും വന്നിട്ടുണ്ട്. നമ്മുടെ തീരുമാനങ്ങളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, പിന്നെ അത്യാവശ്യം ബോധമുള്ള പിള്ളേരാണെന്നുള്ള തോന്നലാവണം. അച്ഛൻ അധികം ഉപദേശിക്കാറില്ല എന്തായാലും. ഏട്ടൻ എന്നോട് സംസാരിക്കാറുണ്ട്, ഈ പറഞ്ഞ പോലെ അത് ചെയ്യുന്നില്ല, അത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ എപ്പോഴും സംസാരം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദീപകിന്റെ എങ്ങനെയാ വീട്ടിലാരാ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന മൂവീസിനൊക്കെ കുറിച്ച്? വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ഇതേപോലെ തന്നെ സിനിമ കണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായമൊന്നും പറയില്ല. ഫ്രണ്ട്സ് ഒരുപാട് പേര് പറയാറില്ല. അപ്പോൾ വീട്ടിലങ്ങനെ സിനിമ കണ്ടിട്ട് ചില സമയത്ത് അമ്മ പറയും, അച്ഛനങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല. അമ്മയ്ക്ക് നല്ല അഭിപ്രായം, ഹാപ്പി ആയിട്ട് പറയും? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. ഫ്രണ്ട്സിനാണ് ഫുൾ സപ്പോർട്ട് അല്ലേ? അങ്ങനെയില്ല, അങ്ങനെ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാൻ എല്ലാവരും പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കംഫർട്ട് സോൺ ഉണ്ട് നിങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് എന്ന്. അപ്പം എങ്ങനെയാണ് ആക്ച്വലി ഒരു ഗ്യാങ് ഫോം ചെയ്തത്? മലർവാടി മുതലാണോ? ശരിക്കും വിനീതനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ മലർവാടിക്കാണ്. മലർവാടി ഓഡിഷൻ വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിൽ ഒരു 20 പേരുണ്ടായിരുന്നു. ആ 20 പേരിൽ 5 പേരാണ് മെയിനായിട്ട് ആ സിനിമയിൽ ചെയ്തത്. ബാക്കി ഉള്ളവർ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സിനിമ, ഒരു എൻട്രി എന്ന് പറഞ്ഞ സ്വപ്നം സാധ്യത മലർവാടി. അത് കഴിഞ്ഞിട്ട് തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതിലെ ക്യാരക്ടർ ആൾക്കാർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് ആൾക്കാർ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആ സിനിമയിലുണ്ടായിരുന്നു. ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിനീതൻ പരിചയമുള്ള ആൾക്കാർ വെച്ച് സിനിമ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ സെയിം ടീമിൻ്റെ തന്നെ നെക്സ്റ്റ് മൂവി, അപ്പോൾ ഒരു കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യണം. എല്ലാ മൂവീസും നല്ല സക്സസ് ആണ്, നല്ല റിവ്യൂസ് ആണ്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞിരാമായണം കൂടുതൽ പ്രേക്ഷകർ ഒബ്വിയസ്ലി ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടോ? നന്നായി വരുമോ? എങ്ങനെയാണ് ഒരു ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? നന്നായിട്ട് എനിക്ക് തോന്നുന്നു ബേസിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പ്രീ വർക്ക് ഭയങ്കരമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്, ആൾക്കാരും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മുടെ ജോണർ ഇപ്പോൾ ഇറങ്ങുന്ന ഓണം പടങ്ങളുമായിട്ടുള്ള നമ്മുടെ ലോഹമായിക്കോട്ടെ, വലിയ ഗ്രാൻഡ്യൂർ ആണ്, അല്ലെങ്കിൽ ഡബിൾ ബാരൽ ആയിക്കോട്ടെ, വലിയ പടമാണ്, വലിയ ക്യാൻവാസ് ആണ്. അപ്പം നമ്മുടെ ചെറിയ പടമാണ്, ചെറിയ ആൾക്കാർ, ബേസിൽ ഡെബ്യൂട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചെറിയൊരു കഥ പറഞ്ഞു പോകുന്നൊരു എന്താ പറയുക, ഒരു ടെയിൽ അല്ലെങ്കിൽ ഒരു കോമിക് ടെയിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീൽ ഗുഡ് ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അത് നന്നായിട്ട് കോമഡി തന്നെയാണോ? ഹ്യൂമർ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ സൂപ്പർസ്റ്റിഷൻസും ഈ ബിലീവ്സ് ഒക്കെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ ബിലീവ് ചെയ്യുന്ന മണ്ടന്മാരാണ്. ഈ പറഞ്ഞ ഇതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ വിശ്വസിക്കുക ബേസിക്കലി. സോ അങ്ങനെയുള്ള കുറേ മണ്ടന്മാരുള്ളൊരു ഗ്രാമം, അതിനപ്പുറം പറയാനില്ല. സ്വന്തം ക്യാരക്ടർ ഇങ്ങനെ തന്നെയായിരുന്നു. അതിലേറ്റവും വലിയ മണ്ടനാണ് അവിടുത്തെ ഏറ്റവും വലിയ മണ്ടൻ ആണ് ഞാൻ. +2 വരെ പഠിച്ച ഏറ്റവും വലിയ മണ്ടനാണ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ വേറെ. അപ്പോൾ ഞാനും അജുവേട്ടനും ആണ് കോമ്പിനേഷൻ. അപ്പം അജുവേട്ടൻ്റെ ഫാനാണ് ഞാൻ. പുള്ളിയാണ് ഐഡലാണ് എൻ്റെ. അപ്പോൾ പുള്ളീനെ ഐഡലാക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം മണ്ടനായിരിക്കണം എന്നുള്ളൊരു സംഭവം കൂടെ ഇതിലുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഓവറോൾ. ഓക്കെ, ധ്യാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അല്ലേ? എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തിരുന്നു. പലരും ധാരണയുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് വിസ്കോം ആയിരുന്നു. ഞാൻ വിസ്കോം എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെയാണ് തിരയിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി പാഷൻ ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു? ജനിച്ചപ്പോൾ മുതൽ സിനിമയല്ലേ കാണുന്നത്. അപ്പോൾ പിന്നെ അറിയാവുന്നത് വെറുതെ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു അല്ല, വെറുതെ അങ്ങനെ പറയാമോ? ഒരു ഡിഗ്രി എല്ലാവർക്കും ആവശ്യമല്ലേ? ഐ സ്റ്റിൽ ഹാവ് എ ഡിഗ്രി. നോ, ബിസ്കോം ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു പഠിച്ചല്ലോ കുറച്ചൊക്കെ. അപ്പോൾ എഞ്ചിനീയറിംഗ് താല്പര്യമില്ലെന്ന് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഏട്ടൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതുകൊണ്ട് അനിയനും എഞ്ചിനീയറിംഗ് പഠിച്ചാലേ പറ്റൂ. അച്ഛൻ ഡോക്ടർ ആകുമ്പോൾ മകനും ഡോക്ടർ ആവണല്ലോ. എൻ്റെ കേസിൽ ഏട്ടൻ എഞ്ചിനീയർ ആയതുകൊണ്ട് ഞാനും എഞ്ചിനീയർ ആക്കണം എന്നുള്ളൊരു വാശിയായിരിക്കണം അച്ഛനെ. പക്ഷേ പുള്ളി അതിൽ തോറ്റുപോയി. ഞാൻ എഞ്ചിനീയർ ആയില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ സിനിമയിലെത്തി. അപ്പോൾ ബേസിലും ഒരു എഞ്ചിനീയർ ആണല്ലേ? അതെ, ബേസിൽ ഇൻഫോസിസിലായിരുന്നു. അവൻ CET-ലാണ് പഠിച്ചത്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അവിടുത്തെ പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നു പുള്ളി. അങ്ങനെ അവൻ പഠിപ്പിസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇൻഫീൽ വന്നു. ഇൻഫീൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേസിൽ തിരയിൽ അസിസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ ജോലി ലീവ് എടുത്തിട്ട് ഒരു 3 മാസം ലീവ് എടുത്തിട്ടുള്ള ആ സമയത്താണ് ബേസിൽ തിരയിൽ വരുന്നത്. അങ്ങനെ എഞ്ചിനീയർ ടേൺഡ് ഡയറക്ടറാണ്. ഈ സിനിമ ചെയ്യുമ്പോൾ അവൻ ജോലി ഉപേക്ഷിച്ചിട്ട്
ഇപ്പോൾ സിനിമയിലോട്ട് കംപ്ലീറ്റ്ലി full ഇതിലേക്ക് fledged ഇൻവോൾവ് സിനിമയിലോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ റിലീസ് ചെയ്തു, ഭയങ്കര വ്യൂവേഴ്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ഐ ലവ് ഫസ്റ്റ് മൂവി റിലീസ് ചെയ്ത സാൽസ സോങ്. അതൊന്ന് ഒരു 2 ലൈൻ 2 ലൈൻ പാടണം. പാട്ട് കേട്ടായിരുന്നു? കേൾക്കുമല്ലോ എന്തായാലും. ഇന്ന് ഞാൻ ആദ്യം പോയി പാടി കേൾക്കുന്നതാ. കേൾക്കുന്നതിനേക്കാൾ നല്ലത് പോയി കേട്ടിട്ട് നമ്മൾ പാടി. എന്നാലും ഒരു 2 ലൈൻസ് ആവാം. ദൈവം നന്നായി പാടുന്നു എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത് അത് പറ്റുമെന്ന് കണ്ടേക്കിട്ടോ. എന്തായാലും കാണും. രസമായിട്ട് നമ്മളൊരു തീം ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടൊരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തത്. പക്ഷെ അത് രസമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പഠിക്കും. പാടണോ? പഠിക്കാം, ധൈര്യം പഠിക്കും. വേതാളം പോലെ കൂടെ തുടരുന്ന ശാപം, വേവുന്നേ നെഞ്ചിനുള്ളിൽ താപം, ഓരോരോ കാലക്കേടിൽ തട്ടി മുട്ടിത്തൂകി. ജസ്റ്റിനാണ് നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ലിറിക്കാണ് ആ പാട്ട്, സൽസ മൊത്തം. കേൾക്കാനും രസമുണ്ട്. ഐ ഹവ് ഹേർഡ് ദിസ് FM-ൽ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് catchy-ആണ് അത് സോങ്. അപ്പോൾ വീഡിയോയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഹോൾ മൂവിയും നല്ല ഇൻട്രസ്റ്റിംഗ് കോമഡിയാണ്. എന്തായാലും ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എൻജോയ് ചെയ്യാൻ ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ ഡെഫിനറ്റ്ലി എല്ലാവരും ആഗ്രഹിക്കും. മൂവി നല്ലൊരു സക്സസ് ആവട്ടെ. അതെ, താങ്ക് യു താങ്ക്സ് എ ലോട്ട്.